വൈറ്റവൈറ്റ റിവറിന് കുറുകെയുള്ള ഈ മനോഹരമായ സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ നടന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ടണൽ കാണാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണെന്നായിരിക്കുമല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കരങ്കനഹാക്കെ ഗോർജ്. ഈ സ്ഥലത്തിന് ന്യൂസിലൻഡിലെ ഗോൾഡ് മൈനിങ്ങുമായിട്ട് സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. 1870s മുതൽ 1950s വരെ ഇവിടെ ഗോൾഡ് മൈനിങ് ഉണ്ടായിരുന്നു. ന്യൂസിലൻഡിൽ ഇപ്പോൾ ഉള്ള ആകെ ഗോൾഡിൻ്റെ പകുതിയിലേറെയും കണ്ടെത്തിയത് ഇവിടെ നിന്നാണ്. അപ്പോൾ മനസ്സിലായല്ലോ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. പണ്ട് കാലത്തെ ആ ഗോൾഡ് മൈനിങ് ബാക്കി വെച്ച ഹിസ്റ്റോറിക് വോക്ക് വേസ്, ടണൽസ്, റെയിൽവേ ട്രാക്സ് ഒക്കെ ഇപ്പോഴും അതേപോലെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഗോൾഡ് മൈനിങ് ഒന്നും ഇല്ല കേട്ടോ. 30 minutes മുതൽ 2 മണിക്കൂർ വരെയൊക്കെ നീളുന്ന മനോഹരമായ വാക്കിംഗ് ട്രെയിൽസ് ഇവിടെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ടണൽ. ഇതാണ് ടണലിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ. ഈ പറഞ്ഞ ടണൽ ഒരു 1 കിലോമീറ്ററിൽ കൂടുതൽ നീളമുണ്ട്. ഇതൊരു മലയുടെ ഉള്ളിലൂടെയുള്ള ഒരു തുരങ്കമാണ്. 1900s പണി കഴിപ്പിച്ചതാണ്. ഗോൾഡ് മൈനിങ്ങിൻ്റെ സമയത്ത് ഗോൾഡൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ടണൽ പണിതത്. ഇപ്പോൾ ഇതൊരു വോക്ക് വേ ആയിട്ട് പ്രിസർവ് ചെയ്തേക്കുവാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ സ്ഥലം. കരങ്കനഹാക്കെ ഗോർജ്.